അങ്ങനെ ഹീറോ ഓക്കെ പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും ഹാപ്പിയായിരുന്നു. ആ 3, 4 ദിവസത്തേക്ക് അവർ സ്ട്രക്ചർ തുടങ്ങി. അവർ വേറെ പ്ലാൻ ചെയ്യാൻ അവിടെ വെച്ച് പ്ലാൻ ചെയ്യാൻ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോ പറഞ്ഞു, ശരി നമുക്ക് എനിക്ക് ലീവ് കിട്ടിയ പിന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എപ്പോൾ ലീവ് കിട്ടും അപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ പാക്കേജ് ഹീറോയിൻ്റെ അമ്മ പറയുന്നെങ്കിൽ സൂക്ഷിച്ചോണ്ട് പ്രിയ, ആ 4 ദിവസം അവളോട് ശരിയില്ല. ശരി അമ്മ, അതെനിക്ക് ഓൾറെഡി അറിയും. പ്രിയ സ്മഗിൾ ചെയ്ത് പറയാൻ തുടങ്ങി. ശരി ഓക്കെ. അങ്ങനെ കൊറിയൊക്കെ വന്നു. കൊറിയ ഹോട്ടൽ ബുക്ക് ചെയ്തു. അങ്ങനെ ആ ഗേൾസ് 4 ഗേൾസ്ക്ക് വേറെ പ്ലേസിലാണ്. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരേ റൂം. പിന്നെ ആ ഗേൾസ്ക്ക് വേറെ. പിന്നെ ആ പാർട്ടിക്ക് വിളിച്ച ആ ഗേളിൻ്റെ അടുത്താണ് ഹീറോയിൻ്റെ വീട്. ആ ഗേൾ ഹീറോയിൻ്റെ അടുത്ത്. ആഴ്ചയൊക്കെ തുടങ്ങി. ഇപ്പം എന്താ ചെയ്യുക? ആ മച്ചി, നമുക്ക് പുറത്ത് കറങ്ങിയിട്ട് വരാം. അതൊക്കെ എന്താ? അങ്ങനെ ആ 4 ഗേൾസ് പറയാൻ തുടങ്ങി. ഞങ്ങളും പോന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ. അങ്ങനെ പുറത്ത് വന്നു, ഇറങ്ങി വന്നു. അങ്ങനെ ബാത്റൂം പോയിട്ട് വരാം എന്നെ ഫ്രണ്ട് പ്രിയ പറയാൻ തുടങ്ങി. റോസി പറയാൻ തുടങ്ങി, ഞാൻ കൂടെ ബാത്റൂം വരാം. റോസി പുറത്ത് ബാത്റൂം പോയി ബാത്റൂം പോയിട്ട് വന്നു. നീ പോയിട്ട് പാടി, ഞാൻ പുറത്തേക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരു ബോയ് നല്ല ഹാൻസമായിരുന്നു, കാണാൻ നല്ല സുന്ദരനാണ്. ഫുൾ കവർ ചെയ്ത് അവനവിടുന്ന് ഓടിപ്പോയി. എന്താ ഇവിടെ നടക്കുന്നത്? ഓടിപ്പോയി. അങ്ങനെ ഹീറോയിനെ പിടിച്ചു. ആരാ നീ? ഹീറോയിനെ പിടിച്ചു. സൗണ്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് കൺഫ്യൂസായി. നീ ആരപ്പാ ഇങ്ങനെ വായിക്ക് കൈ വെക്കുന്നത്? ഹീറോ കൺഫ്യൂസിലായിരുന്നു. ഡാർക്കായിരുന്നു, ഫുൾ ഡാർക്ക്, ആരും കാണാൻ പറ്റില്ല. അത് ഹീറോയിനെ പിടിച്ചിരുന്നു. എന്നാ കൈ പിടിക്കുന്നത്? ആരെന്താ അറിയില്ല. അത് ഹീറോ അവിടുന്ന് വെളിയിൽ വന്നു. അവനവിടുന്ന് ഓടിപ്പോയി. അപ്പോൾ അത് ജിന്നായിരുന്നു. ഹീറോ കൺഫ്യൂസായി. ജിന്നാണോ? ശരി, പുറത്തിന് പോവാം. പിന്നെ ഒരാൾ വന്ന് പിടിച്ച്, അയ്യോ വീണ്ടും വരുന്ന ആരാ? സൗണ്ട് ഉണ്ടാക്കണത്. അയ്യോ ഇതേ പണിയാ, എന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല, പോടായിരുന്നു എന്ന് ഹീറോയിനെ പിടിച്ച് ഹിപ്നോസ്. ഇതേതാണ് ആള്? ഫോൺ വന്നു. അയ്യോ ഫോൺ. അറും കോൾ. ഹലോ അറും, എന്താടാ വിളിക്കുന്നോട്? ഞാൻ ഇവിടെ കുടുങ്ങിയിട്ടാ. നീ എവിടെ ഉള്ളത്? എടാ ഞാനിവിടെ ഉള്ളത്, നീ ഇങ്ങോട്ട് പോ, ഒരു പ്ലേസ് അങ്ങനെ പറഞ്ഞു. അറം വന്നു. എന്താടാ പറ്റി? സൗണ്ട് ഉണ്ടാക്കണ്ട. ജോഹബ് വിളിക്കാൻ തുടങ്ങി. അയ്യോ ജേഹബ് വന്നു. ഇവിടെ സംസാരിക്കാം. ഹീറോ കൺഫ്യൂസായി. ജേഹബ് ഷുഗ പറഞ്ഞ അപ്പം എൻ്റെ കൂടെ അടുത്തുള്ള ഷുഗയാണോ? ഹീറോയ്ക്ക് ഷാക്കായി. അപ്പോൾ യുങ്കി, അപ്പം വന്നത് ആറും, പിന്നെ വന്ന് ജേഹബാ. ഹീറോയ്ക്ക് ഷാക്കായി പോയി. ആരാടാ പിടിച്ചു വെച്ചിട്ടുള്ളത്? യുങ്കി നടന്ന കാര്യം പറഞ്ഞു. എന്താടാ ഇവിടെ നടക്കുന്നത്? നിങ്ങൾക്ക് എന്താടാ എന്നെ ടോയ്സ് ഇടാ? ഞാൻ നിങ്ങൾ വെച്ച് ടോർച്ച് കളിക്കുന്നത് എൻ്റെ കൂടെ. ഹീറോയ്ക്ക് ടെൻഷൻ. ഹീറോ എവിടെ നോക്കി യുങ്ങനെ കൈ തട്ടിട്ട് അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഗേൾസ് എല്ലാം ഓടിപ്പോയി. അങ്ങനെ ഹീറോ വല്ല വന്നു. സോറി ഷുഗ പറഞ്ഞു. ഹീറോ ടെൻഷനിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഷുഗ ആരാൻ തുടങ്ങി. എന്താ യൊക്കെ പറ്റി? പോയി ഇവള് എന്താ ഇവിടെ നടക്കുന്നത്? ടെൻഷനാണ്. ഹീറോയ്ക്ക് കടുപ്പിൽ പോകാൻ തുടങ്ങി. 3 പേർ ബാക്കി എല്ലാവരും ഹീറോയിൻ്റെ വീട് നോക്കിയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷൻ തുടങ്ങി. ഇടിച്ചു. ഏട്ടാടോ നോക്കില്ലേ, കണ്ണ് നോക്ക്, നടക്കാൻ പറ്റില്ലേ? അത് ജിമ്മിനായിരുന്നു. ഏട്ടാടാ കണ്ണ് വെച്ച് നടക്കുന്നത്, നിനക്ക് കണ്ണും കാണില്ല. അത് പോടായിരിക്കാം. ഇവിടെ എന്ത് നടക്കുന്നത് എനിക്കറിയില്ല എന്ന്. ജിമ്മിന് കൺഫ്യൂസ്. എന്താടാ പറ്റി? വാറ വന്നു. എന്താടാ പറ്റി? എടാ എന്നാ കുട്ടി തേരി പറഞ്ഞു പോയി. അത് ഷുഗർ നോക്കുന്നത്. അത് ഷുഗറിൻ്റെ ടെൻഷന് നിന്റെ തീർത്തു പോയി. ഷുഗറിനോട് ടെൻഷൻ എന്താ? ഷുഗറിന് ഗേൾഫ്രണ്ടാ? അല്ലടാ എന്നിട്ട് കാര്യം പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ജങ്കുക്ക് കയ്യിൽ തോള് വിലക്ക് ഈ വിജയ് പറയുന്നു. അവിടെ ഇടിച്ചു. ആരേത്? അപ്പോൾ ജങ്കുക്ക് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അറിയാതെ ഇതിൻ്റെ ഫോട്ടോ ആ ഫോണിൽ വീണു. ടെൻഷനിൽ പറയുന്നു, നിങ്ങൾക്ക് കണ്ണും കാണില്ല. ജങ്കുക്ക് ഒന്നും മനസ്സിലായില്ല. ഇവളെന്തിനൊരു ടെൻഷന് പോവാം. ഫോട്ടോ എടുത്തായിരുന്നു. ഹീറോയിൻ്റെ ടെൻഷനിൽ പോകുന്നത് വീഡിയോ ചെയ്ത് ജങ്കുക്ക് ഫോട്ടോ എടുത്തു. അങ്ങനെ വന്നു. എന്താണ് പ്രശ്നം? ഒരു ഗേള് ജങ്കുക്ക് പറയാൻ തുടങ്ങി. വീഡിയോ ചെയ്തിട്ടുണ്ടാ, ഫോട്ടോ എടുത്തിട്ട് ഗേള് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത് പറയാൻ തുടങ്ങിയാണ്. എല്ലാ ബോയ്സും വന്ന്. ഇപ്പോൾ 7 ബോയ്സ് ഫോട്ടോ നോക്കി. ഫസ്റ്റ് ജിൻ പറയാൻ തുടങ്ങി. ഈ കുട്ടിയാ? എന്താടാ? ഫസ്റ്റ് ടൈം ഞാനൊരു കുട്ടി നോക്കിയിട്ടാ നടന്ന കാര്യം പറഞ്ഞു. ബൈക്ക് ഓവർ പറയാൻ തുടങ്ങി. ഫസ്റ്റ് ഇടിച്ചത് ജിൻ പറഞ്ഞു. ഫസ്റ്റ് ഇടിച്ചത് അവൾ ബാത്റൂമിനകത്ത് ബാത്റൂമിൻ്റെ വന്നായിരുന്നു. ഞാൻ നോക്കിയായിരുന്നു. ഫസ്റ്റ് ഞാൻ അടിച്ചതിടാ. പിന്നെ നിങ്ങൾ ഇടിച്ചതാണോ? അതേടാ. ജെന്ന് പറഞ്ഞു.
ഞാൻ കാറിനകത്ത് വന്നായിരുന്നു. പിന്നെ നിങ്ങൾക്കിപ്പോൾ നടന്നതാ? ഓ, ഞാൻ ഇത്ര മണിയാണ് വന്നതെന്ന് ജിൻ പറഞ്ഞു. ഇത് കേട്ടില്ല ഷോക്ക്. എന്താടാ? അതേട്ടാ, അങ്ങനെ 7 പേർക്ക് ഫോൺ വരാൻ തുടങ്ങി. അയ്യോ, ഈ അമ്മൻ്റെ ഒരു കാര്യം. 7 പേർ ഫോൺ എടുത്തു. ഹലോ അമ്മ, അങ്ങനെ ഒരു വേറെ വേറെ വഴിയിൽ പോയി. എന്താ അമ്മ ഇങ്ങനെ കോൾ ചെയ്യാ? നിങ്ങൾ എപ്പോഴാ മാരേജ് കഴിക്കും അമ്മ? നമുക്ക് പറഞ്ഞു മനസ്സിലല്ലേ, ഞങ്ങൾക്കിപ്പോൾ മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മാരേജ് കഴിക്കില്ല. പ്ലീസ് മാ, ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റൂ. അവർ നിങ്ങൾക്ക് അവ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അയ്യോ അമ്മ, ഗേൾ ഫ്രണ്ടില്ല. എടാ, ഏതെങ്കിലും ഒരു ചെക്കന്മാർ ഇങ്ങനെ മിണ്ടാതിരിക്കുമോ? നിങ്ങൾക്ക് പിടിച്ച പെണ്ണ് കിട്ടിയിട്ട് നിങ്ങളെ ടൈപ്പ് പറഞ്ഞതൊന്നും കിട്ടില്ല. അപ്പോൾ ജിന്നോട് അമ്മ ജിന്നൊക്കെ പറയുന്നു. ജിന്നു ഓർക്കുന്നത് ഹീറോയിൻ ഓർമ്മ വരും. അയ്യോ അയ്യോ, ഇതിനെ ഞാൻ ഓർക്കുന്നത് അങ്ങനെ ഒന്നുമില്ല അമ്മ, അതൊന്നുമില്ല. ഈ അവിടെ വരാൻ ആരൊക്കെ പിടിക്കാതിരിക്കുമോ? അപ്പം നിനക്കേ പിടിച്ചിട്ടല്ലേ? അതെ അമ്മ. ശരി ശരി. ആ, നോക്കാം എപ്പോഴാ ഇത് കല്യാണം കഴിക്കും ഇവർ. ഏതാ ജിന്നിൻ്റെ അമ്മ മിണ്ടാതിരുന്നു. ഷുഗർക്ക് അമ്മ പപ്പ ഇന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. ഷുഗർക്ക് ടെൻഷനായി. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് പിടിച്ചിട്ടില്ല. പോ അമ്മ, ടാർച്ചർ. അതെ, ഒരു നാളും ഓരോ അമ്മമാർ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7 പേര് അമ്മമാർ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന ഡാഡി മമ്മി. ഇവർക്ക് എപ്പോഴാ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക? ഒരു പെണ്ണ് ഇഷ്ടമില്ല പറയുക. എന്ത് ചെയ്യുക? ഓർക്ക് പെണ്ണ് ഞങ്ങൾ എവിടുന്ന് കൊണ്ടുവരാ എന്ന് 7 പേര് അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അതേപോലെ അവിടെ ഹോട്ടലിലായിരുന്നു ഹീറോയിൻ ഉണ്ടായിരുന്നു ആ പ്ലേസിൽ. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി. എന്തൊരു സംഭവടി, എന്തൊരു കഷ്ടമാണ് ഹീറോ ഇങ്ങനെ പറയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനായിട്ട് ആ 4 ഗേൾസ് ഹീറോയിൻ അതെ പാർട്ടി ആയിരുന്നു. 7 പേര് ഹീറോമാരെ മമ്മി വിളിപ്പിച്ചായിരുന്നു. ആ ഹീറോയിൻ ഒരു ഗേൾ അതെ ജെന്നി മമ്മി ഇങ്ങനെ യഥാർത്ഥം നോക്കുമ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. എന്താ ഇവിടെ സംസാരിക്കുന്നത്? ജിന്നിൻ്റെ മോം പറഞ്ഞ ഇവർ സംസാരിക്കുന്നത് ആറ് മമ്മനോട് പറയുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ എന്തോ ഒരു ദില്ലമാണ് ചെയ്യുന്നുണ്ടല്ലോ. ആറ് മമ്മി ശരി വാ, ഞാൻ പോയിട്ട് വരാം. 6 അമ്മന് മമ്മി വന്നു. അവർ എന്ത് സംസാരിക്കുന്നത് 6 അമ്മനക്ക് മമ്മിക്ക് മനസ്സിലായി. ഓൾറെഡി അവർക്ക് ടോട്ടൽ ലാംഗ്വേജ് വളരെ നന്നായിട്ട് അറിയും. അവർക്കൊരു ഫ്രണ്ടും ഉണ്ട്. അതുകൊണ്ട് ഇവർ സംസാരിക്കുമ്പോൾ ഷോക്കായി. എന്താ? അതെ പറഞ്ഞേക്കടി, ഇത് അവൾക്ക് കൊടുക്കണം, കണ്ടിട്ടാ കൊടുക്കണം. അവളെനിക്ക് കടുപ്പാന്ന്, എല്ലാത്തിലും ഫസ്റ്റ് വരാം, അവളെ ടോർച്ച് ചെയ്യണം.